അനുകരണം തുടരുകയാണ്. പൂച്ചകൾ വളർത്തുമൃഗങ്ങളല്ലെങ്കിലും വളർത്തുമൃഗങ്ങളാണ്. എന്നാൽ ഇവരെ കൊണ്ട് രാത്രി അർദ്ധരാത്രി സമയങ്ങളിൽ കുട്ടികളെ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഇവരുടെ കടിപിടി ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഇതാ 2 പൂച്ചകൾ തമ്മിലുള്ള കടിപിടിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക്. ഇതാ ഒരു അയ്യപ്പൻ പാട്ട് ഹാസ്യരൂപേണ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അയ്യപ്പൻ പാട്ട്. പാർവതിയെ എങ്ങുമയാളെ എവടാടി അഗണപതി, പാർവതിയെ എങ്ങുമയാളെ എവടാടി അഗണപതി, എലിയെ പിടിച്ചതാ കളിക്കുന്നു ഗണപതി, മയിലിനെ പിടിച്ചതാ കളിക്കുന്നു സുബ്രഹ്മണ്യൻ. ഇന്ന് പൂരപ്പറമ്പുകളിൽ ചെല്ലുമ്പോൾ പൂരപ്പറമ്പുകളിൽ നമ്മൾ കാണാറുണ്ട് കൈനോട്ടക്കാരെ. പലതും പറഞ്ഞ് മോഹിപ്പിച്ച് അവരുടെ ജീവിതമാർഗം തുടരുന്ന അത്തരത്തിലുള്ള ഒരു കൈനോട്ടക്കാരനെ ഞങ്ങൾക്ക് പരിചയപ്പെടുകയാണ്. ഇതാ ഒരു കൈനോട്ടം ഹാസ്യരൂപേണ. അവിടെ മുഖം നോക്കി ലക്ഷം പറയും കേട്ടാ. കൊള്ളതേ പറയത്തുള്ളൂ, പൊളി പറയാ മടി കാണിക്കത്തില്ല. 10 രൂപ തന്നാൽ 5 രൂപയുടെ കാര്യങ്ങൾ 2 രൂപയ്ക്ക് വെട്ടിത്തുറന്ന് പറയും. പറയട്ടാ. നല്ല ഐശ്വര്യം കെട്ട മുഖം മോനെ എന്ന് തന്നെ. അല്ല ഐശ്വര്യം കെട്ട മുഖമാണ്, ലക്ഷണം കെട്ട മുഖമാണ്. താഴത്ത് പുട്ടങ്കടയാണ് കഴിച്ചിരിക്കുന്നതല്ലേ? അതെങ്ങനെ മനസ്സിലായി? ചെറിയ പച്ചിരിന്റെ പുട്ട് കെട്ടിക്കള. നല്ല ഐശ്വര്യം കെട്ട മുഖമാണ്, ലക്ഷണം കെട്ട മുഖമാണ്. മഹാലക്ഷ്മിയാണ് മുഖത്തിരിക്കുന്നത് കേട്ടോ. ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്. മഹാലക്ഷ്മി ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്. മനസ്സിലായില്ലേ? മകനെ കയ്യൊന്ന് കാണിച്ചേ. ഐശ്വര്യം കെട്ട കയ്യാണ്, ലക്ഷണം കെട്ട കയ്യാണ്. മനസ്സിലായ? മനസ്സിലായി. കട്ടേ കടേ കവണമണ്ഡലം ശുക്ലനാ 3 ശുക്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എനിക്കും മനസ്സിലായില്ല. മകനെ ആയുസ് രേഖ, ഇത് ശബ്ദരേഖ, ഇത് വിവാഹരേഖ. ഓഹോ മനസ്സിലായില്ല? മനസ്സിലായി. കയ്യിലെ വെച്ചോണ്ടില്ലെന്ന് പറയും, പക്ഷേ മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവക്കാരന് കേട്ടാ. കൈ കൊണ്ട് കൊടുത്തില്ലേലും കാല് കൊണ്ട് കൊടുക്കാൻ മടി കാണിക്കാത്തവനാണ് കേട്ടാ. കേട്ടാ മനസ്സിലായ? മകനെ മുട്ടനാടിന്റെയാണ് സ്വഭാവം. മനസ്സിലായില്ലേ? പക്ഷെ മാറപ്രാവിന്റെ മനസ്സാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? മകനെ ഏതാണ് മകന്റെ നാള്? പൂരം. പൂരം. പൂരം മുത്രം മത്തം, അത്തം വന്നാ പിത്തം, പിത്തം പിടിച്ചിട്ട് ആവാനാണ് വിധി കേട്ടാ. അയ്യോ മകനെ മകന്റെ കൈ നോക്കി പറയുകയാണെങ്കിൽ മീനക്കൂറാണ് കേട്ടാ. മീനക്കൂറായതിനാൽ മീൻ ഉപയോഗിക്കരുത്. വറുത്തതാവാം, കുഴപ്പമില്ല. മനസ്സിലായ? പിന്നെ മകനെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ 23 വയസ്സ് വരെ കഷ്ടകാലമാണ് കേട്ടാ. അത് കഴിഞ്ഞാലോ? 23 വയസ്സ് വരെ. അത് കഴിഞ്ഞാലോ? 23 വയസ്സ് കഴിഞ്ഞാൽ തെണ്ടി പിച്ച മാറി പൊളിച്ചൊരു പരുവത്തിലാകും. ഹൈ ഉയർച്ചയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടലിന്റെ മാർഗമാണ് കേട്ടാ. കേട്ടാ മനസ്സിലായ? 23 വയസ്സ് കഴിഞ്ഞാൽ തെണ്ടി പിച്ച മാറി പൊളിച്ചൊരു പരുവത്തിലാവും എന്ന് പറയുമ്പോൾ പിന്നെ അത് നിർത്താൻ തോന്നില്ല. നല്ല തൊഴിലല്ലേ, ദിവസം നല്ല വരുമാനല്ലേ, തെണ്ടി ജീവിക്കുക. ഉയർച്ചയാണ്, നല്ല ഐശ്വര്യം കെട്ട ലക്ഷണമാണ്. മനസ്സിലായില്ലേ? പിന്നെ മകന് 33, 40, 45. 45 50ന്റെ മുമ്പേ 5 കഴിച്ചാൽ 45. ആഴ്ചയിൽ 7 ദിവസമാണ്. പറയുന്നു ആഴ്ചയിൽ 7 ദിവസമാണ്. 3 ദിവസം വളരെ മോശമാണ് കേട്ടോ. അത്ര നല്ലതല്ല. മകനെ മകൻ മെഡിസിന് പോകും. പിന്നെ മെഡിസിന് പോകും. മനസ്സിലായോ? എത്ര വിദ്യാഭ്യാസം?
4, 3, 7, 5 വരെ പഠിച്ചിട്ടുണ്ട്. 5 വരെ. ആ. 5 കട്ടക്കൊക്കെ വായിക്കും ഇല്ലേ? ഓ 5 വരെ ഓഹോ, മംഗളം മനോരമയൊക്കെ വായിക്കും വായിക്കും. അല്ലേ? വായിക്കും. ആ, അപ്പൊ മകൻ മെഡിസിന് പോകും. മെഡിസിന് പോകും. പിന്നെ ഉം, ഉം. എന്ത് മെഡിസിന് പോകും? മോന്റെ അച്ഛൻ വയ്യാണ്ട് കിടക്കുമ്പോ മെഡിസിൻ മേടിക്കാൻ പോകുന്ന, മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്ന. ഓ അത് ശരി. മനസ്സിലായില്ലേ? ആ. മകനെ പിന്നെ എടുക്ക പറയണ്ടെന്ന് വെച്ചാൽ ഉം. 5 മാസങ്ങൾക്ക് മുമ്പ് ആ. മകന്റെ ഭാര്യ ഉം. മറ്റൊരുവനായി ഒളിച്ചോടി പോയിട്ടുണ്ടല്ലേ?